അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ നടത്തിയ അന്വേഷണത്തിലാണ് ഈ നിർണായക വിവരം പുറത്തു വന്നത്. കോക്പിറ്റിൽ പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ നിന്നാണ് ഈ അന്വേഷണ സംഘത്തിന് അപകടത്തിന്റെ കാരണം സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. എന്തിനാണ് എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന പൈലറ്റ് ചോദിക്കുന്നത് കോക്പിറ്റ് ഓഡിയോയിൽ കാണുന്നു. എന്നാൽ താൻ ചെയ്തിട്ടില്ല എന്നായിരുന്നു സഹ പൈലറ്റിന്റെ പെട്ടെന്നുള്ള മറുപടി. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി. 32 സെക്കൻഡ് മാത്രമാണ് വിമാനം പറന്നത്. അട്ടിമറിക്ക് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ. 24 ബിഗ് ബ്രേക്കിംഗുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ തത്സമയം ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ എഞ്ചിൻ ഓഫായിപ്പോയി, ഈ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം ഓഫ് ചെയ്തത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വിവരം വലിയൊരു ഷോക്കായിട്ട് പുറത്തു വന്നിരിക്കുന്നു. പറയൂ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഈ അഹമ്മദാബാദ് വിമാന അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ രാജ്യം ഒന്നടങ്കം തേടിയത് എന്താണ് ഈ വിമാന അപകടത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതാണ്. നിലവിലെ സംശയങ്ങൾക്കും ദുരൂഹതകൾക്കും കൂടി ചുരുളഴിയുകയാണ് ഈ എയർക്രാഫ്റ്റ് ആക്സിഡന്റൽ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇതിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം തന്നെ ഇതിൻ്റെ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായി എന്നതാണ്. കാരണം അവിടെയാണ് ഈ 625 അടി ഉയരത്തിൽ നിന്ന് വിമാനം നിലം പതിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 2 എഞ്ചിനുകളും തകരാറിലായത് അല്ലെങ്കിൽ 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായത് എന്ന സംബന്ധിച്ചുള്ള കണ്ടെത്തൽ അത് ചെന്നെത്തിയിരിക്കുന്നത് ഈ ഇന്ധന സ്വിച്ചുകൾ ഓഫായി എന്ന ഒരു സുപ്രധാനമായ കണ്ടെത്തലാണ്. അതായത് ഈ വിമാനവുമായി ബന്ധപ്പെട്ട രീതിയിലാണ് അതിനെ പറയുന്നതെങ്കിൽ ഈ സാധാരണഗതിയിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിനെ അത് ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡിംഗ് വരെ ആ സ്വിച്ച് അത് റൺ എന്ന് പറയുന്ന ഒരു മോഡിലായിരിക്കും. എന്നാൽ ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടടുത്ത നിമിഷം ഈ റൺ എന്ന മോഡിൽ നിന്ന് കട്ട് ഓഫ് എന്ന് പറയുന്ന അതായത് ഈ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു മോഡിലേക്കാണ് മാറിയത്. ഇതോടുകൂടിയാണ് 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായത്. ഒപ്പം തന്നെ റാറ്റ് എന്ന് പറയുന്ന റാം എയർ ടർബൈൻ ആക്ടിവേറ്റ് ആവുകയും ചെയ്തു. സ്വാഭാവികമായും ഈ വിമാനത്തിൻ്റെ ഊർജം പൂർണ്ണമായും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലാണ് റാറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതൊരു ടർബൈനാണ്, അതായത് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടർബൈൻ കൂടിയാണ്. അപ്പോൾ അത് ആക്ടിവേറ്റ് ആയിരുന്നു. അത് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും നിർണായകമായത് പൈലറ്റുമാരുടെ സംഭാഷണം തന്നെയാണ്. അതിൽ ഒരു പൈലറ്റ് ഈ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് ആയ ഘട്ടത്തിൽ തന്നെ സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് അത് ഓഫ് ആക്കിയത് എന്നത്. പക്ഷേ സഹ പൈലറ്റ് പറയുന്നത് താനത് ചെയ്തിട്ടില്ല എന്നതാണ്. ഇതിൽ നിന്നും പൈലറ്റുമാരുടെ ഒരു പിഴ ഉണ്ടായി എന്ന് നമുക്ക് വിലയിരുത്താനാകില്ല. കാരണം അവിടെ പൈലറ്റുമാരും ഇതറിഞ്ഞിട്ടില്ല. ഇത് അറിഞ്ഞ തൊട്ടടുത്ത നിമിഷം തന്നെ ഈ 2 സ്വിച്ചുകളും ഓണാക്കുകയും വിമാനം ത്രസ്റ്റ് കൈവരിക്കാനുള്ള ശ്രമങ്ങൾ പൈലറ്റുമാർ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഒരു എഞ്ചിന് മാത്രമാണ് നേരിയ ഒരു ത്രസ്റ്റ് കൈവരിക്കാൻ, അതായത് ഉയർന്നു പൊങ്ങാനുള്ള ഒരു നേരിയ ശേഷി കൈവരിക്കാനായി കഴിഞ്ഞത്. രണ്ടാമത്തെ എഞ്ചിന് ആ ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടുകൂടിയാണ് വിമാനം പൂർണ്ണമായും ഈ വിമാന താവളത്തിനടുത്തുള്ള ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുന്ന തരത്തിലേക്ക് മാറിയത്. ഈ വിമാനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായതോടുകൂടി തന്നെ ATCക്ക് അപായ മുന്നറിയിപ്പ്, അതായത് വിമാനം അപകടത്തിൽപ്പെടുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകുന്ന മെയ്ഡേ സന്ദേശം പൈലറ്റ് ATCക്ക് നൽകി. എന്നാൽ ATC തൊട്ടടുത്ത നിമിഷം തന്നെ ഈ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുകയുണ്ടായി. പക്ഷേ ഒരു തരത്തിലും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ATCക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വിമാനത്താവളത്തിൻ്റെ അപ്പുറത്ത് ഈ വിമാനം നിലംപതിച്ചു, ഒരു തീഗോളമായി മാറി എന്നതാണ് ATCയുടെ കൺമുന്നിൽ പിന്നീട് കാണുന്ന കാഴ്ച. അങ്ങനെ വിമാനത്തിൽ നിന്ന് അവസാനമായി ലഭിക്കുന്ന സന്ദേശവും ഇതുതന്നെയായിരുന്നു. എന്തായാലും ഈ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഫ്ലാപ്പ് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ തുടക്കത്തിൽ തന്നെ ഉന്നയിച്ചു. അതായത് വിമാനം ലാൻഡിംഗ് ഫ്ലാപ്പ് ഓണായിരുന്നു എന്ന തരത്തിലുള്ള ചില സംശയങ്ങൾ മുന്നോട്ട് വന്നു. പക്ഷേ അതിൽ കൂടി ഒരു പരിഹാരം എന്ന രീതിയിൽ ഈ റിപ്പോർട്ടിൽ പറയുന്നത് ലാൻഡിംഗ് ഫ്ലാപ്പ് ഓണായിരുന്നില്ല. ഫ്ലാപ്പ് ടേക്ക് ഓഫിന് സമയത്ത് ഏത് രീതിയിലാണോ ഫ്ലാപ്പ് പ്രവർത്തിക്കുന്നത് ആ രീതിയിലായിരുന്നു ഫ്ലാപ്പിൻ്റെ പ്രവർത്തനം, അതിൻ്റെ അവസ്ഥ എന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒപ്പം പൈലറ്റുമാരുടെ മികവും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവർക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ മാനസിക നില സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ അനുഭവ പരിചയമുള്ള പൈലറ്റുമാർ തന്നെയായിരുന്നു എന്ന കാര്യം പറയുന്നു. പക്ഷികൾ കൂട്ടമായി വന്ന് ഇടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രതികൂല കാലാവസ്ഥ വിമാനത്തിൻ്റെ ടേക്ക് ഓഫിനെ ബാധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ടേക്ക് ഓഫ് ചെയ്ത് അടുത്ത 32ാമത്തെ സെക്കൻഡിലാണ് വിമാനം
പൂർണ്ണമായ നിയന്ത്രണം തെറ്റി നിലംപതിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നത്. അങ്ങനെ നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ ഫെഡറേഷൻ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഒരു നിർദ്ദേശം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഈ ഇന്ധന സ്വിച്ചുകൾ പരിശോധന, പക്ഷെ അത് നിർബന്ധിതമല്ല എന്ന് ഒരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ കൂടിയും ഈ സ്വിച്ചുകളുടെ പരിശോധന നടത്തിയിരുന്നില്ല എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ വിശദമായ അന്വേഷണം തുടരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ AAIB ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.